ആഹാ, ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയായേ. മായ കഴിക്കും, ഞാൻ പിന്നീട് കഴിച്ചോളാം. നന്നായിട്ടുണ്ട്. ഈ തീയൽ എനിക്ക് വളരെ ഇഷ്ടമായി. അമ്മ ഉണ്ടായിരിക്കുമ്പോ ഇതൊന്നും വീട്ടിലുണ്ടാക്കുമായിരുന്നു. അന്ന് അമ്മ ഉണ്ടാക്കിയിരുന്ന അതേ രുചി. എനിക്ക് ഈ തീയല് മാത്രല്ല, ഈ കച്ചടിയും പിച്ചടിയും കാളനും തോരനും കോരനും മോരും നെയ്യ് അച്ചാറൊക്കെ എനിക്ക് ഇഷ്ടായി. അച്ചാർ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ. അന്ന് ഈ അച്ചാർ അടിച്ച് വായിക്കല്ല എനിക്ക് ഇഷ്ടായി. ഒരു കത്തുണ്ട്. അപ്പോ അപ്പോ ദാ നിനക്കൊരു ലവ് ലെറ്റർ ഉണ്ട്. ആരുടെ കത്താടാ? വീട്ടിൽ നിന്നാ. അമ്മയുടെ. വീട്ടിലെന്താ വിശേഷം? എല്ലാവർക്കും സുഖം? എല്ലാവർക്കും സുഖം. അയച്ചു കൊടുത്ത കാശും കിട്ടി. പിന്നെ നിന്നെ കുറിച്ചാണ് അമ്മ കൂടുതൽ അന്വേഷിച്ചിരിക്കുന്നത്. നീ ഉള്ളത് കൊണ്ടാണല്ലോ അമ്മ എന്നെ നഗരത്തിലേക്ക് പറഞ്ഞയച്ചത്. എന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അമ്മയല്ലടാ എന്റെയോ അമ്മ. നമ്മുടെ ഉയർച്ചയെല്ലാം കാരണം നീയാണല്ലോ. ഒരു സുഹൃത്തിന് വേണ്ടി ഇതിൽ കൂടുതൽ സ്നേഹം നൽകാൻ ആർക്കാ കഴിയാ? നമ്മുടെ കൂട്ടുകെട്ട് അമ്മയ്ക്ക് എന്ത് സന്തോഷാന്നറിയോ? നിങ്ങളെപ്പോലുള്ള രണ്ട് സുഹൃത്തുക്കളുടെ അരികിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. ഈ സ്നേഹം കണ്ട് എനിക്കിവിടെ കഴിയാനായിരുന്നെങ്കിൽ. അതിനെന്താ, കഴിഞ്ഞോളൂ. ഞങ്ങൾ ഒരിക്കലും മായ ഇവിടുന്ന് പോകാൻ പറയില്ല. ഇഷ്ടമുള്ളിടത്തോളം കാലം മായക്കൂടെ കഴിയാം. മായ ഇവിടുന്ന് പോവരുത്. പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മായ എന്താ നിൽക്കുന്നത്? ഇരിക്കേ. മായക്കറിയോ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളാ. മുമ്പ് ഒരു ജോലിക്ക് വേണ്ടി ഈ നഗരത്തിൽ വന്ന് ആഹാരം പോലും കഴിക്കാനില്ലാതെ ദിവസങ്ങളോളം വഴിയോരത്ത് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ അതൊക്കെ മാറി. മായ വീട്ടിൽ വന്നതിന് ശേഷം നല്ല ഐശ്വര്യ. ഞാനും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരമുണ്ട്. ആ ഇരിക്കും ഇരിക്കും. സാർ, ഇവരാണ് ഞാൻ പറഞ്ഞ ബലാത്സംഗ കേസിലെ പ്രതികൾ. ഭാഗ്യവാന്മാർ. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 1 2 3 4 5 6. ഷെയിം. ബലാത്സംഗ കേസുകൾക്ക് നിങ്ങളൊരു അപമാനമാണ്. കൂട്ടബലാത്സംഗം എന്ന് കേട്ടപ്പോ ഞാൻ കരുതി കുറഞ്ഞത് 10-36 പേരെങ്കിലും ഉണ്ടാവും. ഉണ്ട് സാർ. ബാക്കി 25 പേര് ഒളിവില്ല. വല്ല കേന്ദ്രമന്ത്രിമാരും ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നോടെ? അത് മാറണോ? അമേരിക്കയിലും മറ്റും ചായ കുടിക്കുന്നത് പോലല്ലയോ ബലാത്സംഗങ്ങൾ നടക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇതൊക്കെ വലിയ സംഭവമാക്കുന്നത്. ഇതൊരു മിതമായ ബലാത്സംഗമായിരിക്കും അല്ലേടേ? മിതമായ ബലാത്സംഗമാണെങ്കിൽ ഞാൻ ഇടപെട്ടാൽ അതെന്റെ ഇമേജിനെ ബാധിക്കും. അല്ല, ഇതല്പം ക്രൂരമായ ബലാത്സംഗമാണ്. സന്തോഷം. ഇതല്പം ക്രൂരമാണ്. പ്രതികളുടെ അംഗസംഖ്യ 36. കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. പഴുവേലേ, കേസിന്റെ ഗൗരവം മനസ്സിലാക്കി എമൗണ്ട് ഫിക്സ് ചെയ്തോളോ. പോക്കറ്റിനുള്ളത് മുഴുവൻ എല്ലാവരും കൂടി ഇന്ന് കൃത്യം 12 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കോണം. വേലി തന്നെ വിള തിന്നണോടാ. ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എന്റെ ഈശോയെ, ഇതുപോലെ ഓരോ കൂട്ട ബലാത്സംഗങ്ങൾ ദിവസവും നടന്നിരുന്നെങ്കിൽ ഞാനും എന്റെ നേതാവൻ രക്ഷപ്പെട്ടനെ.
ഹലോ. ആ വെയിറ്റ് ചെയ്യാൻ പറയും, ഞാൻ പോരാ. ഹലോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഞാനിവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇന്നലെ ഞാനും പുരുഷനും കൂടി പോയി നോക്കിയ വസ്തുവിന് അഡ്വാൻസ് കൊടുക്കണ്ടേ? അവര് വലിയ വിലയാണല്ലോ പറയണത്. കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടില്ലേ? കുറഞ്ഞ വിലക്ക് കിട്ടും. ഇവിടെ അല്ല, വടക്കാഞ്ചേരിയില്. അത് ഭൂകമ്പുള്ള സ്ഥലല്ലേ? അല്ല പിന്നെ. ഈ അനന്തേട്ടൻ എവിടെ പോയി? ഇവിടെ ഉണ്ടാ പോക്കറ്റില്. എന്തിയാക്ക്? ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ? നേരത്തെ വരണമെന്ന് തോന്നി. എന്താ തരുന്നത്? ഒന്നുമില്ല. അനന്തനും ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ലല്ലോ. വരുമെന്ന് പറഞ്ഞിരുന്നോ? അത് ഒന്നുമില്ല, ഒരാവശ്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ചായ. അപ്പുക്കുട്ടൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പോയതെന്താ? അത് പിന്നെ ഞാനൊരു ഫയല് നോക്കി വന്നതാ. പിന്നീടാ മനസ്സിലായത് അത് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അനന്തൻ എവിടെ? അവന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മായ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് വന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാലോ. എന്തോ പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. ആ പർച്ചേസ് നടന്നില്ല, അവിടെ വലിയ തിരക്കായിരുന്നു. മോളെ, എന്തൊരു രുചി! മോളുടെ കൈകൊണ്ടുള്ള കറികളും ചോറും തിന്നാൻ മറിയാം ചേട്ടി ഭയങ്കര ഇഷ്ട. മോളൊരു കാര്യം ചെയ്യ്, കുറച്ച് ചോറും കറികളും ഒരു പാത്രത്തിലാക്കി തന്ന മറിയാമ്മ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം. പിന്നെ അത്താഴത്തിന് ബുദ്ധിമുട്ടുണ്ടല്ല. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. എടാ പൂട്ടാ, നീ എവിടെയായിരുന്നോ എത്ര നേരം? ചേട്ടത്തിക്ക് വല്ലതും തിന്നാൻ കൊണ്ടുവന്നുണ്ടോടാ നീ? ഇതൊക്കെ പോരെ? എന്റെ വീട്ടിൽ വാടകയ്ക്ക് വന്ന് കേറി പ്രേതണ്ടെന്നും പറഞ്ഞ് പുഴു അടിച്ച് എന്നെ കവിളിപ്പിച്ച് ഇപ്പൊ എന്റെ വീട് നിങ്ങൾ സ്വന്തമായി. ഇപ്പൊ ഇച്ചിരി സൗകര്യമൊക്കെ ആയിപ്പോ മറിയാമ്മ ചേച്ചി വല്ലനാളൊന്നും വരുന്നത് പിടിക്കില്ല അല്ലേ? അല്ലേടാ, ഞാൻ നിങ്ങളെ കാണാനല്ലടാ ശവി പറഞ്ഞത്. പിന്നെ ആരെ കാണാനാ? എന്റെ മായമോളെ കാണാനാടാ. എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? ഒന്നുമില്ല. എടാ എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഞാനൊന്നും അതിനകത്തൊന്നുമില്ല. എന്തത്ര ഉത്സാഹം വിടണ നീ. ആ ഇതെന്തിനാ? സിഗരറ്റ് വലിയോ? പേന നിന്റെ പോക്കറ്റിൽ ഇരുന്നോട്ടെ. അവന്റെ ഒരു സിഗരറ്റ് വലി. ആ, ക്രാന്തം. വെറുതെ കിട്ട പിണ്ണാക്ക് നിന്നും തീറ്റ പണ്ടാറം. നല്ല മഴ. അനന്തൻ ഇതുവരെ വന്നില്ലല്ലോ. അയ്യോ, ആകെ നനഞ്ഞല്ലോ. ആ സാരല്ല. ചായ. അനന്തൻ ഇതുവരെ എണീറ്റില്ലല്ലോ. നല്ല പനിയുണ്ട്. രാത്രി മഴയും കൊണ്ട് ചുറ്റിക്കറങ്ങുമ്പോ ആലോചിക്കണായിരുന്നു. ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കര ഡേഞ്ചറാ, വെരി സീരിയസ്. അനന്തൻ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. അത് പറഞ്ഞ ശരിയാവില്ല. ഒരു പെൺകുട്ടി ഈ വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നത് തീരെ ശരിയാവില്ല. അതുകൊണ്ട് മായ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഡാ, ആ, ഡാ, ആ, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോണല്ലേ? ഇല്ല, അതിന് ടാബ്ലറ്റ് വെച്ചാൽ മാറിക്കോളൂ. ഉവ്വ ഉവ്വ, ഇതൊരു ശീലാക്കണ്ട കേട്ടാ. വേറെ ഹോസ്പിറ്റലിൽ പോട്ടോ. ആ പിന്നെ അവനെ ഹോസ്പിറ്റലിൽ അയക്കാൻ മറക്കണ്ട കേട്ടോ.
ഓ ശരി. അനന്ത, ആ, അനന്ത, ആ, മരുന്ന് കഴിക്കൂ. ആ. ആ. ഉം. തല തോർത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല. അതല്ലേ പനി പിടിച്ചത്? സാരമില്ല, അത് മാറിക്കോളും. മായ്ക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഒരിക്കലുമല്ല. തുറന്ന് സംസാരിക്കാൻ ഒരവസരത്തിന് വേണ്ടി ഞാൻ കൊതിക്കായിരുന്നു. കുട്ടിക്കാലത്ത് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് അമ്മ എന്റെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു. അമ്മയുടെ ആ സാമീപ്യം മാത്രം മതിയായിരുന്നു എന്റെ അസുഖം മുഴുവൻ മാറാൻ. അമ്മയുടെ പൊന്നാര മോനാണെന്ന് എനിക്ക് അന്നേ തോന്നി. ഉം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെന്താ ചോദിക്കായിരുന്നത്? ഇഷ്ടപ്പെടില്ല എന്ന് കരുതി. ഉം. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തു പറയാനാ? ചെറുപ്പകാലത്ത് എന്റെ അമ്മ മരിച്ചു. അച്ഛന്റെ സ്വഭാവമാണെങ്കിൽ തീരെ ശരിയല്ലായിരുന്നു. നാണക്കേട് കാരണം നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. തികച്ചു ഏകാന്തതയായിരുന്നു അന്നൊക്കെ. അച്ഛനോട് ഇപ്പോഴും എനിക്ക് വെറുപ്പാ. സോറി, വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച് വേദനിപ്പിച്ചു അല്ലേ? ഏയ്, കുറച്ചു ദിവസമായി ഞാൻ ആകെ ടെൻഷനില്ല. ഉള്ളു തുറന്ന് സ്നേഹിച്ച കൂട്ടുകാരൻ പോലും എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുക. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പക്കുട്ടന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവുക. എനിക്കിപ്പോ ആരുമില്ല. ഉണ്ട്, ഞാനുണ്ട്. അതെ, ഞാൻ ഈ വീട്ടിൽ വന്ന ദിവസം തന്നെ അനന്തിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അന്ന് എന്നെ ഇവിടുന്ന് ഇറക്കി വിടുമ്പോ എനിക്കറിയാമായിരുന്നു തിരിച്ചു വിളിക്കുമെന്ന്. നീ ആരാ ചോദിക്കാൻ? നീയും നിന്റെ തന്നെ വിചാരിക്കുന്ന പോലൊന്നും നടക്കില്ല. ദേ, നിന്നെ കെട്ടേ നിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാനൊന്നുമില്ല. വേണ്ട, ഇറങ്ങിപ്പോയിക്കോ, എനിക്ക് മതിയായി. അങ്ങനെ ഇറങ്ങിപ്പോകുന്നവനല്ല ഈ മഹേന്ദ്രൻ. നീ മാത്രമല്ല എന്റെ ലക്ഷ്യം. മായയെ വേറൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട. അവൾ കൂടി എനിക്ക് അവകാശപ്പെട്ടതാ. ഇക്കണ്ട സ്വത്തെല്ലാം എന്റെ പേരിൽ തന്നെ വന്നു ചേരണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഈ മഹേന്ദ്രൻ പഠിക്കില്ല. എന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഡേയ്, എന്ത് പറയും? ഗായത്രി, ഗായത്രി, ഇനിയും ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചാൾ തിരിച്ചു വരുമോ? എനിക്കെന്റെ മകളാണ് നഷ്ടമായത്. ഞാനത് എങ്ങനെ മറക്കും? എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരാണ് എന്നെ വഴിതെറ്റിച്ചത്. മീരയെ ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മീര ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മായെ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കൂ. ഇനി ആരെയും ഞാൻ വേദനിപ്പിക്കില്ല. അങ്കിൾ, ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്കൊന്ന് പുറത്തു പോകാം. വരൂ, ബിസിനസിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരൂ പ്ലീസ്. ഇതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വന്ന് അങ്കിളുമായി ഒന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായി? ശരിയാണ്, മീരയുടെ മരണശേഷം പുറത്തിറങ്ങാൻ തോന്നിയിട്ടില്ല. എന്തോ ബിസിനസ് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് മഹേന്ദ്രൻ പറഞ്ഞല്ലോ. എന്താ അത്? മീരയുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന അങ്കിളിനോട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ അവസ്ഥയിൽ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ അങ്കിളിന് ബുദ്ധിമുട്ടാകും. അത് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എത്രയും പെട്ടെന്ന് മായമോളെ നല്ലൊരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അങ്കിൾ ബുദ്ധിമുട്ടണ്ട. മായയെ ഞാൻ വിവാഹം ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഞാൻ ലാളിച്ചു വളർത്തിയ മീരമോൾക്ക് ഒരു ദിവസം പോലും നീ സമാധാനം കൊടുത്തിട്ടില്ല. ഇനി മായമോളെ കൂടി. മായയ്ക്ക് വേണ്ടിയാണല്ലോ ഞാൻ മീര ഒഴിവാക്കിയത്. ലോഹി,
നീ എന്റെ മകളെ കൊന്നതാണല്ലേ? അങ്കിൾ വെറുതെ ടെൻഷൻ ആകാതെ, പ്രഷർ കൂടും. ഞാൻ പറയുന്നതൊന്നും അങ്കിളിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. മായ നമുക്ക് വേറെ ആൾക്ക് എത്തിച്ചെടുക്കാം. പക്ഷേ അങ്കിളിന്റെ പേരിലെ മുഴുവൻ സ്വത്തും ഈ മഹേന്ദ്രന്റെ വേണം. ഒന്ന് ഒപ്പിട്ടെ. ഇല്ല, തരില്ല. നീ എന്നെ ചീറ്റ് ചെയ്യാണല്ലേ? അതൊക്കെ എന്റെ സുഹൃത്തുക്കളാ. ഞാൻ പറയുന്നത് എന്തും അവർ ചെയ്യും. അച്ഛനെവിടെ? അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാ വരുന്നത്. ഇവിടെ ഏത് ഹോസ്പിറ്റല്? എനിക്ക് എന്റെ അച്ഛൻ ഉടനെ കാണണം. ധൃതി വെക്കണ്ട, നാളെ രാവിലെ പോയാ മതി. പോരാ, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ബഹളം വെക്കാതെ പെണ്ണെ, നിന്റെ അച്ഛൻ ഇനി വരില്ല. ഇനി നമ്മൾ രണ്ടാൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. കോടിക്കണക്കിന് വിലയുള്ള ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് മാത്രമുള്ളതാ. നിന്റെ സൗന്ദര്യം കൊതിതീരുവോളം ഞാനൊന്ന് ആസ്വദിക്കട്ടെ. വാ. ഓടി. ഒന്നും എനിക്കറിയില്ലായിരുന്നു. മായയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മനപ്പുമായിരുന്നില്ല. സാരമില്ല. അപരിചിതയായ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നതിൽ കവിഞ്ഞൊന്നും അനുഭവം എന്നോട് കാണിച്ചിട്ടില്ല. ഇനി മായ ആരും പേടിക്കണ്ട. ഞാനുണ്ടാവും മായക്കെന്നും. അനന്തനെവിടെ? അകത്തുണ്ട്. അനന്തൻ എന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. അപ്പുക്കുട്ടൻ അനന്തനോടൊന്നും മിണ്ടാത്ത എന്താ? അനന്തന് ഇപ്പൊ സംസാരിക്കാനും പരിചരിക്കാനും ആളുകളുണ്ടല്ലോ. എന്ത് വിചാരിച്ച അങ്ങനെ പറഞ്ഞത്? അപ്പുക്കുട്ടന് അസുഖം വന്നാലും ഞാൻ തന്നെയല്ലേ പരിചരിക്കേണ്ടത്? മായ അനന്തനുമായി അടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ ലിസ്റ്റിംഗ് എഴുതാ. ഇനി കാര്യങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. എന്തേ? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് മുതലാ നിനക്ക് മാത്രമായിട്ട് ഒരു വ്യക്തി